ഓൾ വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തൊഴിൽ വാർത്തയിലെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 2 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 2 ചോദ്യങ്ങൾക്ക് ഈ ക്ലാസ് മുഴുവൻ കണ്ട് പഠിച്ച ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇനിയുള്ള എക്സാമുകൾക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ. 77ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ തലേന്ന് എത്ര പേർക്കാണ് രാജ്യത്തെ 2ാമത്തെ സിവിലിയൻ ബഹുമതിയായ പത്മവിഭൂഷൺ പ്രഖ്യാപിച്ചത്? 5 പേർക്ക്. VS അച്യുതാനന്ദൻ, ജസ്റ്റിസ് KT തോമസ്, P നാരായണൻ, ഡോക്ടർ N രാജം, ധർമ്മേന്ദ്ര എന്നിവർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചത്. ഇതിൽ 4 പേരും മലയാളികളാണ്. VSനും ധർമ്മേന്ദ്രയ്ക്കും മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. ക്ലാസിക്കൽ വയലിനിസ്റ്റായ N രാജം എറണാകുളത്താണ് ജനിച്ചത്. UPയുടെ പട്ടികയിലാണ് അവർക്ക് ബഹുമതി ലഭിച്ചത്. നടൻ മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ എന്നിവരുൾപ്പെടെ 13 പേർക്ക് പത്മഭൂഷണ് അർഹരായി. കലാമണ്ഡലം വിമല മേനോൻ, കൊല്ലകയിൽ G ദേവകി അമ്മ എന്നിവരുൾപ്പെടെ 113 പേർക്ക് പത്മശ്രീ ലഭിച്ചു. ആകെ 131 പത്മ ബഹുമതികളാണ് പ്രഖ്യാപിച്ചത്. അപ്പോൾ 77ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ തലേന്ന് എത്ര പേർക്കാണ് രാജ്യത്തെ 2ാമത്തെ സിവിലിയൻ ബഹുമതിയായ പത്മവിഭൂഷൺ പ്രഖ്യാപിച്ചത്? 5 പേർക്ക്. ആരൊക്കെയാണ്? VS അച്യുതാനന്ദൻ, ജസ്റ്റിസ് KT തോമസ്, P നാരായണൻ, ഡോക്ടർ N രാജം, ധർമ്മേന്ദ്ര എന്നിവർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചത്. പത്മവിഭൂഷൺ ലഭിച്ച 5 പേര് ആരൊക്കെയാണ്? VS അച്യുതാനന്ദൻ, ജസ്റ്റിസ് KT തോമസ്, P നാരായണൻ, ഡോക്ടർ N രാജം, ധർമ്മേന്ദ്ര. ഇതിൽ 4 പേരും മലയാളികളാണ്. VSനും ധർമ്മേന്ദ്രയ്ക്കും മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. ക്ലാസിക്കൽ വയലിനിസ്റ്റായ N രാജം എറണാകുളത്താണ് ജനിച്ചത്. UPയുടെ പട്ടികയിലാണ് അവർക്ക് ബഹുമതി ലഭിച്ചത്. നടൻ മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ എന്നിവരുൾപ്പെടെ 13 പേര് പത്മഭൂഷണ് അർഹരായി. നടൻ മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ എന്നിവരുൾപ്പെടെ 13 പേര് പത്മഭൂഷണ് അർഹരായി. കലാമണ്ഡലം വിമല മേനോൻ, കൊല്ലകയിൽ G ദേവകി അമ്മ എന്നിവരുൾപ്പെടെ 113 പേർക്ക് പത്മശ്രീ ലഭിച്ചു. അപ്പം നടൻ മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ എന്നിവരുൾപ്പെടെ 13 പേര് പത്മഭൂഷണ് അർഹരായി. കലാമണ്ഡലം വിമല മേനോൻ, കൊല്ലകയിൽ G ദേവകി അമ്മ എന്നിവരുൾപ്പെടെ 113 പേർക്ക് പത്മശ്രീ ലഭിച്ചു. ആകെ 131 പത്മ ബഹുമതികളാണ് പ്രഖ്യാപിച്ചത്. ആകെ 131 പത്മ ബഹുമതികളാണ് പ്രഖ്യാപിച്ചത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണേ. 2026 ജനുവരി 27 ഇന്ത്യയും ഏത് ആഗോള സംഘടനയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിനുള്ള ചർച്ചയാണ് പൂർത്തിയായത്? യൂറോപ്യൻ യൂണിയൻ. ലോകത്ത് ഇതുവരെ ഒപ്പുവെച്ച എല്ലാ കരാറുകളുടെയും മാതാവ് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യൂറോപ്യൻ യൂണിയൻ EU പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്നും ധാരണാപത്രത്തെ വിശേഷിപ്പിച്ചത്. ലോകത്തെ സാമ്പത്തിക ശക്തിയിൽ 2ാം സ്ഥാനത്തുള്ള യൂറോപ്യൻ യൂണിയനും 4ാം സ്ഥാനത്തുള്ള ഇന്ത്യയും തമ്മിലുള്ള കരാറ് സുപ്രധാനമാണ്. 27 രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് EU, അതായത് യൂറോപ്യൻ യൂണിയൻ. അംഗരാജ്യങ്ങളുടെയും യൂറോപ്യൻ പാർലമെന്റിന്റെയും അംഗീകാരം നേടിയ ശേഷം 2026 അവസാനത്തോടെ കരാറിൽ ഒപ്പുവയ്ക്കും. വ്യാപാര കരാറിൽ ഏർപ്പെടാൻ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ചർച്ച ആരംഭിച്ചത് 2007ലാണ്. EUവിൻ്റെ ആദ്യ രൂപമായ യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റിയുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ച ആദ്യ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. 2026 ജനുവരി 27
ഇന്ത്യയും ഏത് ആഗോള സംഘടനയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിനുള്ള ചർച്ചയാണ് പൂർത്തിയായത്? യൂറോപ്യൻ യൂണിയൻ. ലോകത്തിലെ ഇതുവരെ വച്ച എല്ലാ കരാറുകളുടെയും മാതാവ് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലൈനും ധാരണാപത്രത്തെ വിശേഷിപ്പിച്ചത്. അപ്പം നിലവിൽ യൂറോപ്യൻ യൂണിയന്റെ പ്രസിഡന്റ് ആരാണ്? ഉർസുല വോൺ ഡെർ ലൈന്. അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണം കേട്ടോ. നിലവിലെ യൂറോപ്യൻ യൂണിയൻ EUവിൻ്റെ പ്രസിഡന്റ് ആരാണ്? ഉർസുല വോൺ ഡെർ ലൈന്. ഉർസുല വോൺ ഡെർ ലൈന്, അങ്ങനെയാണ് അവരുടെ പേര്. യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് ആരാണ്? നിലവിൽ ഉർസുല വോൺ ഡെർ ലൈന്. ലോകത്തെ സാമ്പത്തിക ശക്തിയിൽ 2ാം സ്ഥാനത്തുള്ള യൂറോപ്യൻ യൂണിയനും 4ാം സ്ഥാനത്തുള്ള ഇന്ത്യയും തമ്മിലുള്ള കരാറ് സുപ്രധാനമാണ്. 27 രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് EU. ഈ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത് 27 രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്. അംഗരാജ്യങ്ങളുടെയും യൂറോപ്യൻ പാർലമെന്റിന്റെയും അംഗീകാരം നേടിയ ശേഷം 2026 അവസാനത്തോടെ കരാറിൽ ഒപ്പുവെക്കും. വ്യാപാര കരാറിൽ ഏർപ്പെടാൻ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ചർച്ച ആരംഭിച്ചത് 2007 EUവിൻ്റെ ആദ്യ രൂപമായ യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റിയുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ച ആദ്യ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ അമോണിയ പ്രോജക്റ്റ് ആരംഭിച്ചത് എവിടെയാണ്? കാക്കിനഡ, ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ അമോണിയ പ്രോജക്റ്റ് ആരംഭിച്ചത് എവിടെയാണ്? കാക്കിനഡ, ആന്ധ്രാപ്രദേശ്. ഗതാഗത കുരുക്കിൽ ലോകത്തെ നഗരങ്ങളുടെ ഇടയിൽ 2ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ നഗരം ബംഗളൂരു. മെക്സിക്കോയുടെ തലസ്ഥാനമായ മെക്സിക്കോ നഗരമാണ് മുന്നിൽ. ഡബ്ലിനാണ്, അയർലൻഡിലെ ഡബ്ലിനാണ് 3ാമത്. ഗതാഗത കുരുക്കിൽ ലോകത്തെ നഗരങ്ങൾക്കിടയിൽ 2ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ നഗരം ബംഗളൂരു. മെക്സിക്കോയുടെ തലസ്ഥാനമായ മെക്സിക്കോ നഗരമാണ് മുന്നിൽ. ഡബ്ലിനാണ് 3ാമത്. നെതർലാൻഡ്സിലെ ലൊക്കേഷൻ ടെക്നോളജി സ്ഥാപനമായ ടോം പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഈ വിവരമുള്ളത്. ഓക്കെ. ഇന്ത്യൻ റെയിൽവേ ആദ്യമായി ഹ്യൂമനോയിഡ് AI റോബോട്ടിനെ അവതരിപ്പിച്ചത് എവിടെയാണ്? വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷൻ, ആന്ധ്രാപ്രദേശ്. ASC അഡ്വാൻസ്ഡ് സെക്യൂരിറ്റി കമ്പോണന്റ് അർജുൻ എന്നാണ് റോബോട്ടിന്റെ പേര്. റെയിൽവേ സംരക്ഷണ സേനയുടെ ആധുനീകരണത്തിന്റെ ഭാഗമായാണ് റോബോട്ടിനെ അവതരിപ്പിച്ചത്. ഇന്ത്യൻ റെയിൽവേ ആദ്യമായി ഹ്യൂമനോയിഡ് AI റോബോട്ടിനെ അവതരിപ്പിച്ചത് എവിടെയാണ്? വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷൻ, ആന്ധ്രാപ്രദേശിൽ. ASC അഡ്വാൻസ്ഡ് സെക്യൂരിറ്റി കമ്പോണന്റ് അർജുൻ എന്നാണ് റോബോട്ടിന്റെ പേര്. റെയിൽവേ സംരക്ഷണ സേനയുടെ ആധുനീകരണത്തിന്റെ ഭാഗമായാണ് റോബോട്ടിനെ അവതരിപ്പിച്ചത്. തെരുവ് നായയുടെ ആക്രമണത്തിന് ഇരയാകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി സുപ്രീം കോടതി നിയോഗിച്ച ഏകാംഗ സമിതിയുടെ അധ്യക്ഷൻ കൂടിയായ മുൻ ഹൈക്കോടതി ജഡ്ജി അടുത്തിടെ അന്തരിച്ചു. പേര് ജസ്റ്റിസ് സിരിഗജഗൻ. തെരുവ് നായയുടെ ആക്രമണത്തിന് ഇരയാകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി സുപ്രീം കോടതി നിയോഗിച്ച ഏകാംഗ സമിതിയുടെ അധ്യക്ഷൻ കൂടിയായ മുൻ ഹൈക്കോടതി ജഡ്ജി അടുത്തിടെ അന്തരിച്ചു. പേര് ജസ്റ്റിസ് സിരിഗജഗൻ. നിയമപരമായ പ്രാണി. ലോകത്താദ്യമായി നിയമപരമായ അവകാശങ്ങൾ ലഭിക്കുന്ന പ്രാണി വർഗമായി മാറിയത് ആമസോൺ കാടുകളിലെ കൊമ്പില്ലാത്ത തേനീച്ചകൾ, സ്റ്റിംഗ്ലെസ് ബീസ്. പെറുവിലെ സാറ്റിപ്പോ നൗറ്റ എന്നീ മുനിസിപ്പാലിറ്റികളിലാണ് നിലനിൽക്കാനും അഭിവൃദ്ധിപ്പെടാനുമുള്ള തേനീച്ചകളുടെ അവകാശത്തിന് നിയമപരമായ പരിരക്ഷ നൽകിയത്. ലോകത്താദ്യമായി നിയമപരമായ അവകാശങ്ങൾ ലഭിക്കുന്ന പ്രാണിവർഗമായി മാറിയത് ആമസോൺ കാടുകളിലെ കൊമ്പില്ലാത്ത തേനീച്ചകൾ. ആഗോള സംഘർഷ പരിഹാര വേദിയാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥാപിച്ച സമിതി ബോർഡ് ഓഫ് പീസ് സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിന്റെ വേദിയിലാണ് സമിതിയുടെ പ്രമാണരേഖ ട്രംപ് പുറത്തിറക്കിയത്. ഗാസയിലെ സുസ്ഥിര സമാധാനം സൃഷ്ടിക്കുക എന്നതാണ് സമിതിയുടെ ആദ്യ ലക്ഷ്യം.
ട്രംപാണ് സമിതിയുടെ ആജീവനാന്ത അധ്യക്ഷൻ. ഔദ്യോഗിക മുദ്രയും പുറത്തിറക്കി. ഹംഗറി, അർജന്റീന, സൗദി അറേബ്യ, പാകിസ്ഥാൻ തുടങ്ങി 19ഓളം രാജ്യങ്ങൾ പ്രമാണരേഖയിൽ ഒപ്പുവെച്ചു. 35 രാജ്യങ്ങൾ സമിതിയിൽ ചേരാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ബോർഡിൽ സ്ഥിര അംഗത്വം ലഭിക്കണമെങ്കിൽ ആ രാജ്യം $100 കോടി നൽകണം, ഏകദേശം 9,000 കോടി രൂപ. ഈ തുക ഗാസയുടെ പുനർനിർമ്മാണത്തിന് ഉപയോഗിക്കും. ആഗോള സംഘർഷ പരിഹാര വേദിയാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ UN പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥാപിച്ച സമിതി ഏതാണ്? ബോർഡ് ഓഫ് പീസ്. സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിന്റെ വേദിയിലാണ് സമിതിയുടെ പ്രമാണരേഖ ട്രംപ് പുറത്തിറക്കിയത്. ലോക സാമ്പത്തിക ഫോറത്തിന്റെ വേദി എവിടെയായിരുന്നു? സ്വിറ്റ്സർലൻഡിലെ ദാവോസ്. അവിടെ വെച്ചാണ് ട്രംപ് ഈ സമിതിയുടെ പ്രമാണരേഖ പുറത്തിറക്കിയത്. ഗാസയിൽ സുസ്ഥിര സമാധാനം സൃഷ്ടിക്കുക എന്നതാണ് സമിതിയുടെ ആദ്യ ലക്ഷ്യം. ട്രംപാണ് സമിതിയുടെ ആജീവനാന്ത അധ്യക്ഷൻ. ഔദ്യോഗിക മുദ്രയും പുറത്തിറക്കി. ഹംഗറി, അർജന്റീന, സൗദി അറേബ്യ, പാകിസ്ഥാൻ തുടങ്ങി 19ഓളം രാജ്യങ്ങൾ പ്രമാണരേഖയിൽ ഒപ്പുവെച്ചു. 35 രാജ്യങ്ങൾ സമിതിയിൽ ചേരാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ബോർഡിൽ സ്ഥിര അംഗത്വം ലഭിക്കണമെങ്കിൽ ആ രാജ്യം $100 കോടി നൽകണം. ഈ തുക ഗാസയുടെ പുനർനിർമ്മാണത്തിന് ഉപയോഗിക്കും. ഏത് കവിയുടെ ആത്മകഥയാണ് അവിരാമം? കെ സച്ചിദാനന്ദൻ. ഏത് കവിയുടെ ആത്മകഥയാണ് അവിരാമം? കെ സച്ചിദാനന്ദൻ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയായി അവ ലോകത്തെ അറിയിച്ച മാധ്യമ പ്രവർത്തകൻ അന്തരിച്ചു. പേര് മാർക്ക് ടുളി. 90 വയസ്സായിരുന്നേ. 22 വർഷം ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന്റെ ഡൽഹി പ്രതിനിധിയായിരുന്നു. ബംഗ്ലാദേശ് വിമോചന യുദ്ധം, അടിയന്തരാവസ്ഥ, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, ഇന്ദിരാഗാന്ധിയുടെ വധം, അതേ തുടർന്നുള്ള സിഖ് വിരുദ്ധ കലാപം, രാജീവ് ഗാന്ധി വധം തുടങ്ങിയവ ലോകത്തെ അറിയിച്ചു. 1935 കൊൽക്കത്തയിൽ ജനിച്ച് ബ്രിട്ടനിൽ വളർന്ന ടുളി ഇന്ത്യയാണ് വീടെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് പൗരത്വം ഉപേക്ഷിച്ചതുമില്ല. ബ്രിട്ടീഷ് സർക്കാരിന്റെ പ്രഭു പദവിയും ഇന്ത്യയുടെ പത്മഭൂഷണം നേടി. നോ ഫുൾ സ്റ്റോപ്പ് ഇൻ ഇന്ത്യ ഇൻ സ്ലോ മോഷൻ. ജീവിത പങ്കാളി ഗില്ലിയൻ റൈറ്റുമായി ചേർന്ന് രചിച്ചത്. ദ ഹാർട്ട് ഓഫ് ഇന്ത്യ, അമൃതസർ, മിസിസ് ഗാന്ധിസ് ലാസ്റ്റ് ബാറ്റിൽ തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയായി അവ ലോകത്തെ അറിയിച്ച മാധ്യമ പ്രവർത്തകൻ അന്തരിച്ചു. പേരെന്താണ്? മാർക്ക് ടുളി. 22 വർഷം ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന്റെ ഡൽഹി പ്രതിനിധിയായിരുന്നു. ബംഗ്ലാദേശ് വിമോചന യുദ്ധം, അടിയന്തരാവസ്ഥ, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, ഇന്ദിരാഗാന്ധിയുടെ വധം, അതേ തുടർന്നുള്ള സിഖ് വിരുദ്ധ കലാപം, രാജീവ് ഗാന്ധി വധം തുടങ്ങിയവ ലോകത്തെ അറിയിച്ചു. 1935 കൊൽക്കത്തയിൽ ജനിച്ച് ബ്രിട്ടനിൽ വളർന്ന ടുളി ഇന്ത്യയാണ് വീടെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് പൗരത്വം ഉപേക്ഷിച്ചതുമില്ല. ബ്രിട്ടീഷ് സർക്കാരിന്റെ പ്രഭു പദവിയും ഇന്ത്യയുടെ പത്മഭൂഷണം നേടി. നോ ഫുൾ സ്റ്റോപ്പ് ഇൻ ഇന്ത്യ ഇൻ സ്ലോ മോഷൻ, ദ ഹാർട്ട് ഓഫ് ഇന്ത്യ, അമൃതസർ, മിസിസ് ഗാന്ധിസ് ലാസ്റ്റ് ബാറ്റിൽ തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. ഇതിടെ അന്തരിച്ച IS ബിന്ദ്ര ഏത് കായിക സംഘടനയുടെ മുൻ അധ്യക്ഷനാണ്? ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ, BCCI. അടുത്തിടെ അന്തരിച്ച IS ബിന്ദ്ര ഏത് കായിക സംഘടനയുടെ മുൻ അധ്യക്ഷനാണ്? ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ, BCCI. പരിസ്ഥിതി നോബൽ എന്നറിയപ്പെടുന്ന ടൈലർ പ്രൈസ് 2026 നേടിയ അമേരിക്കൻ എവല്യൂഷണറി ബയോളജിസ്റ്റ് ഡോക്ടർ ടോബി കിയേഴ്സ് ഭൂമിക്കടിയിലുള്ള ഫംഗൽ നെറ്റ്വർക്കുകളെ പറ്റിയുള്ള ഗവേഷണത്തിനാണ് സമ്മാനം. പരിസ്ഥിതി നോബൽ എന്നറിയപ്പെടുന്ന ടൈലർ പ്രൈസ് 2026 നേടിയ അമേരിക്കൻ എവല്യൂഷണറി ബയോളജിസ്റ്റ് ആരാണ്? ഡോക്ടർ ടോബി കിയേഴ്സ്. പരിസ്ഥിതി നോബൽ എന്നറിയപ്പെടുന്ന എന്താണ്? ടൈലർ പ്രൈസ്. അത് 2026 ലഭിച്ചിരിക്കുന്ന ആർക്കാണ്? ടോബി കിയേഴ്സിന്. ഭൂമിക്കടിയിലുള്ള ഫംഗൽ നെറ്റ്വർക്കുകളെ പറ്റിയുള്ള ഗവേഷണത്തിനാണ് സമ്മാനം. 2024 കേരള ശാസ്ത്ര പുരസ്കാരം നേടിയത് ഡോക്ടർ ടെസ്സി തോമസ്. 2024 കേരള ശാസ്ത്ര പുരസ്കാരം നേടിയിരിക്കുന്ന ആരാണ്? ടെസ്സി തോമസ്. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ സംഭാവനകളെ ആദരിച്ച് ശാസ്ത്ര സാങ്കേതിക വകുപ്പും കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലും ചേർന്ന് നൽകുന്നതാണ് പുരസ്കാരം.
സമ്മാനത്തുക 2 ലക്ഷം രൂപ. ഇന്ത്യയുടെ മിസൈൽ വനിത എന്നറിയപ്പെടുന്ന ടെസ്സി DRDO മുൻ ഡയറക്ടർ ജനറലാണ്. അപ്പോൾ ഇന്ത്യയുടെ മിസൈൽ വനിത എന്നറിയപ്പെടുന്നത് ആരാണ്? ടെസ്സി തോമസ്. അവർക്കാണ് 2024 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഏത് സംസ്ഥാനത്താണ് അധ്യയന വർഷം ജനുവരി മുതൽ ഡിസംബർ വരെയായി പരിഷ്കരിച്ചത്? മിസോറാം. ഏത് സംസ്ഥാനത്താണ് അധ്യയന വർഷം ജനുവരി മുതൽ ഡിസംബർ വരെയായി പരിഷ്കരിച്ചത്? മിസോറാം. ഹൈസ്കൂൾ ക്ലാസ് വരെയുള്ളവയുടെ മാറ്റം 2027-28 അധ്യയന വർഷം മുതൽ പ്രാബല്യത്തിൽ വരും. മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയായിരിക്കെ കഴിഞ്ഞ ജനുവരി 28-ന് വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടതാരാണ്? അജിത് പവാർ. 66 വയസ്സായിരുന്നു. ബാരാമതിയിലെ എയർ സ്ട്രിപ്പിൽ ഉണ്ടായ അപകടത്തിൽ അദ്ദേഹം ഉൾപ്പെടെ 5 പേര് മരിച്ചു. 6 പ്രാവശ്യം ഉപമുഖ്യമന്ത്രി പദവി വഹിച്ചിരുന്നു. അപ്പോൾ മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയായിരിക്കെ കഴിഞ്ഞ ജനുവരി 28-ന് വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടതാരാണ്? അജിത് പവാർ. ബാരാമതിയിലെ എയർ സ്ട്രിപ്പിൽ ഉണ്ടായ അപകടത്തിൽ അദ്ദേഹം ഉൾപ്പെടെ 5 പേര് മരിച്ചു. 6 പ്രാവശ്യം ഉപമുഖ്യമന്ത്രി പദവി വഹിച്ചിരുന്നു. മേതിൽ രാധാകൃഷ്ണന് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം മേതിൽ രാധാകൃഷ്ണന് ലഭിച്ചു. 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സൂര്യവംശം ചുവന്ന വിദൂഷകരുടെ 5-ാം പത്തി, ബ്രാ, സംഗീതം ഒരു സമയകലയാണ്, സൂര്യമത്സ്യത്തെ വിവരിക്കൽ തുടങ്ങിയവ പ്രധാന കൃതികളാണ്. സി രാധാകൃഷ്ണൻ, സാറ ജോസഫ്, കൽപ്പറ്റ നാരായണൻ എന്നിവരടങ്ങുന്ന സമിതിയാണ് ജേതാവിനെ തെരഞ്ഞെടുത്തത്. മേതിൽ രാധാകൃഷ്ണന് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം മേതിൽ രാധാകൃഷ്ണന് ലഭിച്ചു. 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സൂര്യവംശം ചുവന്ന വിദൂഷകരുടെ 5-ാം പത്തി, ബ്രാ, സംഗീതം ഒരു സമയകലയാണ്, സൂര്യമത്സ്യത്തെ വിവരിക്കൽ തുടങ്ങിയവ പ്രധാന കൃതികളാണ്. സി രാധാകൃഷ്ണൻ, സാറ ജോസഫ്, കൽപ്പറ്റ നാരായണൻ എന്നിവരടങ്ങുന്ന സമിതിയാണ് ജേതാവിനെ തെരഞ്ഞെടുത്തത്. അപ്പോൾ 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് മേതിൽ രാധാകൃഷ്ണനാണ്. 6 സംസ്ഥാനങ്ങൾക്ക് പുതിയ ഗവർണർമാർ. 6 സംസ്ഥാനങ്ങൾക്കും 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും പുതിയ ഗവർണറെ രാഷ്ട്രപതി ദ്രൗപദി മുർമു നിയമിച്ചു. പശ്ചിമ ബംഗാളിൻ്റെ ഗവർണറായി തമിഴ്നാട് മുൻ ഗവർണർ RN രവിയെ നിയമിച്ചു. പശ്ചിമ ബംഗാൾ ഗവർണറാണ് RN രവി. മുൻ ഗവർണറും മലയാളിയുമായ CV ആനന്ദബോസ് ഗവർണർ സ്ഥാനം രാജിവെച്ചായിരുന്നു പശ്ചിമ ബംഗാളിലെ. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന ആളാണ് ഇപ്പോൾ നിലവിൽ പശ്ചിമ ബംഗാളിലെ ഗവർണർ ആരാണ്? RN രവി. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് തമിഴ്നാടിൻ്റെ അധിക ചുമതല നൽകി. കേരള ഗവർണർ നിലവിൽ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ്. ഈ കേരള ഗവർണർ ഇപ്പം നിലവിലുള്ള കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിന് തമിഴ്നാടിൻ്റെ അധിക ചുമതല നൽകി. ഹിമാചൽ പ്രദേശിൻ്റെ ഗവർണറായ ശിവപ്രതാപ് ശുക്ലയെ തെലങ്കാന ഗവർണറായി നിയമിച്ചു. അപ്പോൾ ഹിമാചൽ പ്രദേശിൻ്റെ ഗവർണറായിരുന്ന ശിവപ്രതാപ് ശുക്ലയെ തെലങ്കാന ഗവർണറായി നിയമിച്ചു. അപ്പം നിലവിലെ തെലങ്കാന ഗവർണർ ആരാണ്? ശിവപ്രതാപ് ശുക്ല. മറ്റ് പുതിയ ഗവർണർമാർ മഹാരാഷ്ട്രയിലെ ജിഷ്ണു ദേവ് വർമ്മ. മഹാരാഷ്ട്ര ഗവർണർ നിലവിൽ ആരാണ്? ജിഷ്ണു ദേവ് വർമ്മ. നാഗാലാൻഡിൽ ആരാണ്? നന്ദകിഷോർ യാദവ്. നാഗാലാൻഡിലെ നിലവിലെ ഗവർണർ നന്ദകിഷോർ യാദവ്. ബീഹാറിലെ നിലവിലെ ഗവർണർ സയ്യിദ് അതാ ഹസൈനെ. ബീഹാറിലെ നിലവിലെ ഗവർണർ സയ്യിദ് അതാ ഹസൈനെ. ഹിമാചൽ പ്രദേശിലെ നിലവിലെ ഗവർണർ ആരാണ്? കവിന്ദർ ഗുപ്ത. ലഡാക്ക് ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേന. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ തരൺജിത് സിംഗ് സന്ധു. ഒന്നുകൂടെ വായിക്കാമേ. 6 സംസ്ഥാനങ്ങൾക്ക് പുതിയ ഗവർണർമാർ. 6 സംസ്ഥാനങ്ങൾക്കും 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും പുതിയ ഗവർണറെ രാഷ്ട്രപതി ദ്രൗപദി മുർമു നിയമിച്ചു. പശ്ചിമ ബംഗാളിൻ്റെ ഗവർണറായി തമിഴ്നാട് മുൻ ഗവർണർ RN രവിയെ നിയമിച്ചു. മുൻ ഗവർണറും മലയാളിയുമായ CV ആനന്ദബോസ് ഗവർണർ സ്ഥാനം രാജിവെച്ചിരുന്നു. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് തമിഴ്നാടിൻ്റെ അധിക ചുമതല നൽകി. ഹിമാചൽ പ്രദേശിൻ്റെ ഗവർണറായ
ശിവപ്രതാപ് ശുക്ലയെ തെലങ്കാന ഗവർണറായി നിയമിച്ചു. മറ്റ് പുതിയ ഗവർണർമാരെ മഹാരാഷ്ട്ര ജിഷ്ണു ദേവ് വർമ്മ, നാഗാലാൻഡ് നന്ദകിഷോർ യാദവ്, ബീഹാർ സയ്യിദ് അദാ ഹസ്നെ, ഹിമാചൽ പ്രദേശ് കവിന്ദർ ഗുപ്ത, ലഡാക്ക് ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേന, ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ തരൺജിത്ത് സിംഗ് സന്ധു. ലോകത്തിലെ ആദ്യത്തെ പരമാധികാര ഫിനാൻഷ്യൽ ക്ലൗഡ് സർവീസ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അവതരിപ്പിച്ചു. UAE സെൻട്രൽ ബാങ്ക് കോർ 42 എന്ന സ്ഥാപനവുമായി സഹകരിച്ചാണ് പ്ലാറ്റ്ഫോം വികസിപ്പിച്ചത്. UAEയുടെ നിയമസുരക്ഷാ പരിധിക്കുള്ളിൽ ഡേറ്റയെ സംരക്ഷിച്ചു നിർത്താൻ പ്ലാറ്റ്ഫോമിലൂടെ സാധിക്കും. ഡേറ്റ പരമാധികാരം, സംയോജിത സൈബർ സുരക്ഷ എന്നിവയിൽ പ്ലാറ്റ്ഫോം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അപ്പം ലോകത്തിലെ ആദ്യത്തെ പരമാധികാര ഫിനാൻഷ്യൽ ക്ലൗഡ് സർവീസസ് ഏതാണ്? യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അവതരിപ്പിച്ചു. UAE സെൻട്രൽ ബാങ്ക് കോർ 42 എന്ന സ്ഥാപനവുമായി സഹകരിച്ചാണ് പ്ലാറ്റ്ഫോം വികസിപ്പിച്ചത്. UAEയുടെ നിയമസുരക്ഷാ പരിധിക്കുള്ളിൽ ഡേറ്റയെ സംരക്ഷിച്ചു നിർത്താൻ പ്ലാറ്റ്ഫോമിലൂടെ സാധിക്കും. ഡേറ്റ പരമാധികാരം, സംയോജിത സൈബർ സുരക്ഷ എന്നിവയിൽ പ്ലാറ്റ്ഫോം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ മ്യൂസിക്കൽ റോഡ് മുംബൈയിലെ ഛത്രപതി സാംബജി മഹാരാജ് കോസ്റ്റൽ റോഡിൽ ഉദ്ഘാടനം ചെയ്തു. നരിമാൻ പോയിന്റ് വർലി പ്രദേശത്ത് 500 മീറ്റർ ദൈർഘ്യത്തിൽ മ്യൂസിക്കൽ റോഡ്. വാഹനം കടന്നു പോകുമ്പോൾ സംഗീതം മുഴങ്ങും. പ്രത്യേക റംബിൾ സ്ട്രിപ്പുകൾ ഉപയോഗിച്ചാണ് സംഗീതം പുറപ്പെടുവിക്കുന്നത്. കൊള്ളാലോ അല്ലേ? ഇന്ത്യയിലെ ആദ്യത്തെ മ്യൂസിക്കൽ റോഡ് എവിടാണ്? ഇന്ത്യയിലെ ആദ്യത്തെ മ്യൂസിക്കൽ റോഡ് മുംബൈയിലെ ഛത്രപതി സാംബജി മഹാരാജ് കോസ്റ്റൽ റോഡിൽ ഉദ്ഘാടനം ചെയ്തു. എവിടാണ്? ഇന്ത്യയിലെ ആദ്യത്തെ മ്യൂസിക്കൽ റോഡ് മുംബൈയിലെ ഛത്രപതി സാംബാജി മഹാരാജ് കോസ്റ്റൽ റോഡിൽ ഉദ്ഘാടനം ചെയ്തു. നരിമാൻ പോയിന്റ് വർലി പ്രദേശത്ത് 500 മീറ്റർ ദൈർഘ്യത്തിൽ മ്യൂസിക്കൽ റോഡ്. വാഹനം കടന്നു പോകുമ്പോൾ സംഗീതം മുഴങ്ങും. പ്രത്യേക റംബിൾ സ്ട്രിപ്പുകൾ ഉപയോഗിച്ചാണ് സംഗീതം പുറപ്പെടുവിക്കുന്നത്. 14 വയസ്സുള്ള പെൺകുട്ടികൾക്ക് സൗജന്യ HPV വാക്സിൻ. 14 വയസ്സ് പ്രായമുള്ള മുഴുവൻ പെൺകുട്ടികൾക്കും രാജ്യവ്യാപകമായി ഹ്യൂമൻ പാപ്പിലോമ വൈറസിനെതിരായ വാക്സിനേഷൻ നൽകാനുള്ള പദ്ധതിക്ക് തുടക്കമായി. സെർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്ന HPV ടൈപ്പ് 16, 18 അതുപോലെ തന്നെ ടൈപ്പ് 6, 11 എന്നിവയിൽ നിന്ന് സംരക്ഷണം നൽകുന്ന ക്വാഡ്രിവാലന്റ് HPV വാക്സിനായ ഗാർഡാസിൽ 4 സിംഗിൾ ഷോട്ട് നൽകും. ഏകദേശം 1.15 കോടി പെൺകുട്ടികൾക്കാണ് വാക്സിനേഷൻ നൽകാൻ ലക്ഷ്യമിടുന്നത്. 14 വയസ്സുള്ള പെൺകുട്ടികൾക്ക് സൗജന്യ HPV വാക്സിൻ. 14 വയസ്സ് പ്രായമുള്ള മുഴുവൻ പെൺകുട്ടികൾക്കും രാജ്യവ്യാപകമായി ഹ്യൂമൻ പാപ്പിലോമ വൈറസിനെതിരായ വാക്സിനേഷൻ നൽകാനുള്ള പദ്ധതിക്ക് തുടക്കമായി. സെർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്ന HPV ടൈപ്പ് 16, 18 അതുപോലെ തന്നെ ടൈപ്പ് 6, 11 എന്നിവയിൽ നിന്ന് സംരക്ഷണം നൽകുന്ന ക്വാഡ്രിവാലന്റ് HPV വാക്സിനായ ഗാർഡാസിൽ 4 സിംഗിൾ ഷോട്ട് നൽകും. ഏകദേശം 1.15 കോടി പെൺകുട്ടികൾക്കാണ് വാക്സിനേഷൻ നൽകാൻ ലക്ഷ്യമിടുന്നത്. വന്ദേ മാതരത്തിന് പ്രോട്ടോക്കോള്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന് കേന്ദ്ര സർക്കാർ പ്രോട്ടോക്കോള് പ്രഖ്യാപിച്ചു. വന്ദേ മാതരവും ദേശീയഗാനമായ ജനഗണമനയും ആലപിക്കേണ്ട ചടങ്ങുകളിൽ ആദ്യം വന്ദേ മാതരമാണ് ആലപിക്കേണ്ടത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഉത്തരവ് പ്രകാരം വന്ദേ മാതരത്തിൻ്റെ 6 ഖണ്ഡികകൾ ഉൾപ്പെടെ 3 മിനിറ്റും 10 സെക്കൻഡും ദൈർഘ്യമുള്ള പതിപ്പാണ് ഇനി മുതൽ ഔദ്യോഗിക ചടങ്ങുകളിൽ ആലപിക്കേണ്ടത്. രാഷ്ട്രപതിയുടെയും ഗവർണറുടെയും ഔദ്യോഗിക സന്ദർശനങ്ങൾ, പരേഡിനായി ദേശീയ പതാക കൊണ്ടുവരുന്ന സമയം തുടങ്ങിയവയിലെല്ലാം ഗീതം കേൾപ്പിക്കണം. ഗീതം ആലപിക്കുമ്പോൾ സദസ്സിലുള്ളവർ എഴുന്നേറ്റ് നിൽക്കണമെന്നും നിർദ്ദേശമുണ്ട്. എന്നാൽ വാർത്താ ചിത്രം, ഡോക്യുമെൻ്ററി, സിനിമ എന്നിവയ്ക്ക് ഇത് ബാധകമല്ല. അപ്പോൾ വന്ദേ മാതരത്തിന് പ്രോട്ടോക്കോൾ കേട്ടോ. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന് കേന്ദ്ര സർക്കാർ പ്രോട്ടോക്കോൾ പ്രഖ്യാപിച്ചു. വന്ദേ മാതരവും ദേശീയഗാനമായ ജനഗണമനയും ആലപിക്കേണ്ട ചടങ്ങുകളിൽ ആദ്യം വന്ദേ മാതരമാണ് ആലപിക്കേണ്ടത്. അപ്പോൾ വന്ദേ മാതരവും ദേശീയഗാനമായ ജനഗണമനയും ആലപിക്കേണ്ട ചടങ്ങുകളിൽ ഇനി മുതൽ ആദ്യം വന്ദേ മാതരമാണ് ആലപിക്കേണ്ടത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഉത്തരവ് പ്രകാരം വന്ദേ മാതരത്തിൻ്റെ 6 ഖണ്ഡികകൾ ഉൾപ്പെടെ 3 മിനിറ്റും 10 സെക്കൻഡും ദൈർഘ്യമുള്ള പതിപ്പാണ് ഇനി മുതൽ ഔദ്യോഗിക ചടങ്ങുകളിൽ ആലപിക്കേണ്ടത്.
രാഷ്ട്രപതിയുടെയും ഗവർണറുടെയും ഔദ്യോഗിക സന്ദർശനങ്ങൾ, പരേഡിനായി ദേശീയ പതാക കൊണ്ടുവരുന്ന സമയം തുടങ്ങിയവയിലെല്ലാം ഗീതം കേൾപ്പിക്കണം. ഗീതം ആലപിക്കുമ്പോൾ സദസ്സിലുള്ളവർ എഴുന്നേറ്റ് നിൽക്കണമെന്നും നിർദ്ദേശമുണ്ട്. എന്നാൽ വാർത്താചിത്രം, ഡോക്യുമെന്ററി, സിനിമ എന്നിവയ്ക്കിത് ബാധകമല്ല. ഇന്ത്യയിലെ ആദ്യത്തെ ATMB സൈറ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ അഡ്വാൻസ്ഡ് മെമ്മറി അസംബ്ലി ടെസ്റ്റിംഗ് മാർക്കിംഗ് പാക്കേജിംഗ് ATMB സൈറ്റ് ഗുജറാത്തിലെ സനന്ദിൽ ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ലോകത്തിലെ ഏറ്റവും വലിയ സിംഗിൾ സെമി കണ്ടക്ടറും ഈ പ്ലാന്റിലുണ്ട്. മനുഷ്യന്റെ തലമുടിയുടെ അംശങ്ങളെക്കാൾ കനം കുറഞ്ഞ സൂക്ഷ്മമായ ഇൻ്റഗ്രേറ്റഡ് സർക്കിളുകളും ഗോൾഡൻ ബോണ്ടിംഗ് വയറുകളും ഉപയോഗിച്ചാണ് റൂം നിർമ്മിച്ചിരിക്കുന്നത്. 5 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുണ്ട്. ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി, NAND, ഫ്ലാഷ് മെമ്മറി എന്നിവ കൂട്ടിച്ചേർക്കുകയും പരിശോധിക്കലുമാണ് പ്ലാന്റിൻ്റെ പ്രധാന പ്രവർത്തനം. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ATMB സൈറ്റ് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ അഡ്വാൻസ്ഡ് മെമ്മറി അസംബ്ലി ടെസ്റ്റിംഗ് മാർക്കിംഗ് പാക്കേജിംഗ് ATMB സൈറ്റ് ഗുജറാത്തിലെ സനന്ദറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ലോകത്തിലെ ഏറ്റവും വലിയ സിംഗിൾ സെമി കണ്ടക്ടറും ഈ പ്ലാന്റിലുണ്ട്. മനുഷ്യന്റെ തലമുടിയുടെ അംശങ്ങളെക്കാൾ കനം കുറഞ്ഞ സൂക്ഷ്മമായ ഇൻ്റഗ്രേറ്റഡ് സർക്കിളുകളും ഗോൾഡൻ ബോണ്ടിങ് വയറുകളും ഉപയോഗിച്ചാണ് റൂം നിർമ്മിച്ചിരിക്കുന്നത്. 5 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുണ്ട്. ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി, NAND, ഫ്ലാഷ് മെമ്മറി എന്നിവ കൂട്ടിച്ചേർക്കുകയും പരിശോധിക്കലുമാണ് പ്ലാന്റിൻ്റെ പ്രധാന പ്രവർത്തനം. കേംബ്രിയൽ കാലഘട്ടത്തിലും ഭൂമിയിലെ ജീവന്റെ തെളിവ്. ഭൂമിയിലെ ആദ്യത്തെ ജന്തുവർഗ്ഗങ്ങളുടെ ഉത്ഭവം ഏകദേശം 541 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് കേംബ്രിയൽ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെന്ന് ശാസ്ത്രലോകം കണ്ടെത്തി. 541 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ആദ്യകാല ബഹുകോശ ജീവികളെയാണ് ശാസ്ത്രജ്ഞർ തിരിച്ചറിഞ്ഞത്. ഇവയിൽ പലതും ഇന്നത്തെ കാലഘട്ടത്തിലെ സമുദ്രജീവികളോട് ഏറെ സാമ്യമുള്ളവയാണ്. കേംബ്രിയൻ കാലഘട്ടത്തിലുണ്ടായിരുന്ന ജീവിവർഗ്ഗങ്ങളിൽ പ്രധാനമായും കടൽ സ്പോഞ്ചുകളുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ആധുനിക സ്പോഞ്ചുകളിൽ കാണപ്പെടുന്നതിന് സമാനമായവയാണവ. മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ഗവേഷകർ പ്രീകേംബ്രിയൽ ശിലാസാമ്പിളുകൾ വിശകലനം ചെയ്താണ് നിർണായകമായ കണ്ടെത്തലിലേക്ക് എത്തിയത്. ഭൗമശാസ്ത്രത്തിൻ്റെ ചരിത്രത്തിൽ ഏകദേശം 88% ഉൾക്കൊള്ളുന്നതും പ്രീ കേംബ്രിയൽ കാലഘട്ടത്തിലാണ്. ഓക്കെ, അപ്പോൾ കേംബ്രിയൽ കാലഘട്ടത്തിലും ഭൂമിയിലെ ജീവൻ്റെ തെളിവ്. ഭൂമിയിലെ ആദ്യത്തെ ജന്തുവർഗ്ഗങ്ങളുടെ ഉത്ഭവം ഏകദേശം 541 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് കേംബ്രിയൽ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെന്ന് ശാസ്ത്രലോകം കണ്ടെത്തി. ഇത് കണ്ടെത്തിയത് ആരാണ്? മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ഗവേഷകർ പ്രീ കേംബ്രിയൽ ശിലാസാമ്പിളുകൾ വിശകലനം ചെയ്താണ് നിർണായകമായ കണ്ടെത്തലിലേക്ക് എത്തിയത്. ഇൻഷോട്ട്, വനിതാ പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ സെഞ്ചുറി നേടിയ താരം നാറ്റ് സിവൻഡ് ബ്രൻഡ്. വനിതാ പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ സെഞ്ചുറി നേടിയ താരം നാറ്റ് സിവർ ബ്രൻഡ്. ഇന്ത്യയിൽ ആദ്യമായി കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ജില്ലാതല സർക്കാർ ആശുപത്രി തിരുവനന്തപുരം ജനറൽ ആശുപത്രി. ഇന്ത്യയിൽ ആദ്യമായി കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ജില്ലാതല സർക്കാർ ആശുപത്രി ഏതാണ്? തിരുവനന്തപുരം ജനറൽ ആശുപത്രി. 2026 ജനുവരിയിൽ ആർട്ടിക് പ്രദേശങ്ങളിലെ തണുപ്പിനെ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിച്ച ഭൗമ പ്രതിഭാസം പോളാർ വോർട്ടെക്സ്. 2026 ജനുവരിയിൽ ആർട്ടിക് പ്രദേശങ്ങളിലെ തണുപ്പിനെ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിച്ച ഭൗമ പ്രതിഭാസം പോളാർ വോർട്ടെക്സ്. 2026 ജനുവരി അവസാനത്തോടെ ഇന്ത്യയിൽ നിന്ന് റാംസർ പട്ടികയിൽ ഉൾപ്പെട്ട പ്രദേശങ്ങൾ: പാട്ന പക്ഷി സങ്കേതം ഉത്തർപ്രദേശ്, ചാരിഗണ്ഡ് ഗുജറാത്ത്. അപ്പോൾ 2026 ജനുവരി അവസാനത്തോടെ ഇന്ത്യയിൽ നിന്ന് റാംസാർ പട്ടികയിൽ ഉൾപ്പെട്ട പ്രദേശങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. പാട്ന പക്ഷി സങ്കേതം, ഝാരിഖണ്ഡ്. അപ്പം പാട്ന പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്, ഝാരിഖണ്ഡ് ഗുജറാത്തിലാണ്. ഈ റാംസാർ സൈറ്റിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളൊക്കെ PSCയുടെ സ്ഥിരം ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ 2026 ജനുവരി അവസാനത്തോടെ ഇന്ത്യയിൽ നിന്ന് റാംസാർ പട്ടികയിൽ ഉൾപ്പെട്ട പ്രദേശങ്ങൾ: ഉത്തർപ്രദേശിലെ പാട്ന പക്ഷി സങ്കേതം, ഉത്തർപ്രദേശിലെ പട്ന പക്ഷി സങ്കേതം, ഗുജറാത്തിലെ ഝാരിഖണ്ഡ്. പഞ്ചാബിലെ ആദംപൂർ വിമാനത്താവളത്തിൻ്റെ പുതിയ പേര് ഗുരു രവിദാസ് മഹാരാജ് ജി എയർപോർട്ട്. പഞ്ചാബിലെ ആദംപൂർ വിമാനത്താവളത്തിൻ്റെ പുതിയ പേര് ഗുരു രവിദാസ് മഹാരാജ് ജി എയർപോർട്ട്. ഇറ്റലി ആതിഥേയത്വം വഹിക്കുന്ന 2026 വിൻ്റർ ഒളിമ്പിക്സിൻ്റെയും പാരാലിമ്പിക്സിൻ്റെയും ഭാഗ്യചിഹ്നങ്ങൾ: ടീന മിലോ.
ഇറ്റലി ആതിഥേയത്വം വഹിക്കുന്ന 2026 വിൻ്റർ ഒളിമ്പിക്സിൻ്റെയും പാരാലിമ്പിക്സിൻ്റെയും ഭാഗ്യചിഹ്നങ്ങൾ ടീന മിലോ. മഹാരാഷ്ട്രയുടെ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് സുനേത്ര പവാർ. മഹാരാഷ്ട്രയുടെ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് ആരാണ്? സുനേത്ര പവാർ. പ്രഥമ ഫിഫ വനിതാ ചാമ്പ്യൻസ് കപ്പ് ജേതാക്കളായ ടീം ആഴ്സണൽ വുമൺസ് FC. പ്രഥമ ഫിഫ വനിതാ ചാമ്പ്യൻസ് കപ്പ് ജേതാക്കളായ ടീം ഏതാണ്? ആഴ്സണൽ വുമൺസ് FC. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പുരുഷ അനലോഗ് ആസ്ട്രോണട്ട് ആദിത്യ പാണ്ഡെ. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പുരുഷ അനലോഗ് ആസ്ട്രോണറ്റ് ആരാണ്? ആദിത്യ പാണ്ഡെ. വിട പറഞ്ഞു പോയവരാരൊക്കെയാണ്? KP ഉണ്ണികൃഷ്ണൻ. മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ KP ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. 1971 വടകരയിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് 5 തവണ കൂടി വടകരയിൽ നിന്ന് MP ആയി. 1981-90 കാലത്ത് VP സിംഗ് മന്ത്രിസഭയിൽ ടെലികമ്മ്യൂണിക്കേഷൻ, ഷിപ്പിംഗ് ആൻഡ് ഉപരിതല ഗതാഗത വകുപ്പുകളുടെ ചുമതലയുള്ള കേന്ദ്രമന്ത്രിയായിരുന്നു. അപ്പം മുൻ കേന്ദ്രമന്ത്രി മുതിർന്ന കോൺഗ്രസ് നേതാവുമായ KP ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. HK ദുവ പ്രമുഖ മാധ്യമ പ്രവർത്തകനും മുൻ രാജ്യസഭാ അംഗവുമായ HK ദുവ അന്തരിച്ചു. ഇന്ത്യൻ എക്സ്പ്രസ്, ടൈംസ് ഓഫ് ഇന്ത്യ, ഹിന്ദുസ്ഥാൻ ടൈംസ്, ട്രിബ്യൂണൽ എന്നീ ദേശീയ ദിനപത്രങ്ങളുടെ പത്രാധിപരായിരുന്നു. 1998 പത്മഭൂഷൺ ലഭിച്ചു. HD ദേവഗൌഡ, AB വാജ്പേയി എന്നീ പ്രധാനമന്ത്രിമാരുടെ മാധ്യമ ഉപദേഷ്ടാവായി പ്രവർത്തിച്ചു. 2009 മുതൽ 2015 വരെ രാജ്യസഭയിലെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗമായി പ്രവർത്തിച്ചു. അപ്പോൾ പ്രമുഖ മാധ്യമ പ്രവർത്തകനും മുൻ രാജ്യസഭാ അംഗവുമായ HK ദുവ അന്തരിച്ചു. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ കമൻറ്റ് ബോക്സിലെ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുക. ഓക്കെ, താങ്ക് യു.